സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇന്ന് നമുക്ക് വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം. 1 മുതൽ വായിക്കുന്നു, കേൾക്കുക. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷ്ണുമനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി. ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാനിടയായി. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായത്? ഈ ലോകത്തിലുള്ള മനുഷ്യന് എന്താണ് ആവശ്യം? നാം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് വേണ്ടത്? പറയൂ. പണമാണെന്ന് ചിലർ പറയും. പണം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് മാറാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു കോടീശ്വരനായിട്ട് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമായിരുന്നു. എല്ലാവർക്കും കോടിക്കണക്കിന് പണവും കൊടുക്കുമായിരുന്നു. പണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഭിക്ഷയാചിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ നോക്കിയിട്ട് ഒരു കോടീശ്വരനായിരിക്കുന്നതായ ഒരു വ്യക്തി ഈ ഭിക്ഷക്കാരനെ കണ്ടിട്ട് ദയ തോന്നിയിട്ട് 1 കോടി രൂപ കൊടുക്കുവാൻ ഇടയായി. ആ പണം കിട്ടിയപ്പോൾ അവൻ നേരെ എവിടേക്ക് ചെന്നെന്നറിയാമോ? നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ നേരെ എവിടേക്ക് പോകും? ആലോചിച്ച് നോക്കൂ. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് 1 കോടി രൂപ കിട്ടി. കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ പണവുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യും? പറയൂ. ചിലരാണെങ്കിൽ വലിയൊരു കടയിൽ പോയിട്ട് പട്ടുസാരി വാങ്ങാനിടയാകും. അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ ചെയ്തിട്ട് 3-4 സ്വർണ്ണമാല വാങ്ങാനിടയാകും. ഒരു വീട് വാങ്ങാനിടയാകും. ഒരു കാറ് വാങ്ങാനിടയാകും. ഇനിയും പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവ് വന്നിട്ട്, പണമിങ്ങിതാ, ഇത്ര പണം നിനക്കെന്തിനാണ്? എനിക്കിതാ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ആ പണവും വാങ്ങി നേരെ എങ്ങോട്ട് പോകും? ഇപ്പോൾ നേരെ കളർ ഷാപ്പിൽ പോകില്ല. എവിടേക്ക് പോകും? ബ്രാൻഡ് ഷാപ്പിലേക്ക് പോകും. നാടൻ കള്ളൊന്നും ഞാൻ കുടിക്കത്തില്ല. സർക്കാരിന്റെ കള്ള് എനിക്ക് വേണ്ട. എന്താണ് എനിക്ക് വേണ്ടത്? വിദേശ മദ്യം, റമ്മും ഗിമ്മും ഒക്കെ വേണമെന്ന് പറയും. ഫോറിൻ സാധനമേ ഞാൻ കുടിക്കൂ എന്ന് പറയാനിടയാകും. എന്താണ്? പണം കൂടുതൽ ലഭിക്കുമ്പോൾ മനുഷ്യൻ ചീത്തയാവുകയാണോ നന്നാവുകയാണോ ചെയ്യുന്നത്? ചീത്തയാകും. പണമുള്ളവന് ദൈവത്തെ ഓർമ്മ വരില്ല. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് പണമല്ല. പണം കൊണ്ടെല്ലാം വാങ്ങാൻ കഴിയും. പണം കൊണ്ട് കിടക്ക വാങ്ങാം, എന്നാൽ ഉറക്കം വാങ്ങാൻ കഴിയുമോ? പണം കൊണ്ട് ആഹാരം വാങ്ങാൻ കഴിയും. വിശപ്പ് വാങ്ങാൻ കഴിയുമോ? പണം കൊണ്ട് വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയും. ആരോഗ്യം വാങ്ങാൻ കഴിയുമോ? മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് പണമല്ല. അതുമാത്രമല്ല, ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നിനക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പണം കൊടുത്ത് ഏതു ടിക്കറ്റും വാങ്ങാം. എന്നാൽ സ്വർഗത്തിൽ പോകുന്ന ടിക്കറ്റ് മാത്രം നിനക്ക് വാങ്ങുവാൻ കഴിയില്ല. അങ്ങനെ വാങ്ങുവാൻ കഴിയുമായിരുന്നെങ്കിൽ കോടിക്കണക്കിന് പണം കൊടുത്ത ടിക്കറ്റ് സ്വന്തമാക്കി കോടീശ്വരന്മാർ മാത്രം സ്വർഗത്തിൽ പോകുമായിരുന്നു. പാവപ്പെട്ടവർക്ക് ഒന്നും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് പൊന്നും വെള്ളിയും കൊടുത്തിട്ടല്ലായിരുന്നു, മറിച്ച് രക്തം കൊടുത്തായിരുന്നു. മനുഷ്യന് വേണ്ടത് പണമല്ല. മനുഷ്യന് വേണ്ടത് ഈ ലോകത്തിലുണ്ടായിരിക്കുന്നതായ വസ്തുക്കളും വാഹനങ്ങളുമല്ല. മനുഷ്യൻ സമ്പത്തും വീടുമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി വസിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കർത്താവ് ഒരു റിയൽ എസ്റ്റേറ്റ് മാനേജരായിട്ട് വരുമായിരുന്നു. വന്നിട്ട് എല്ലാവർക്കും സ്വന്തമായി ഓരോ വീട് വെച്ച് കൊടുത്തിട്ട് പോകുമായിരുന്നു. വീടാണോ പ്രധാനം? വീട്ടുകാരനാണോ പ്രധാനം? വീടാണോ പ്രധാനം? വീട്ടിലെ സമാധാനമാണോ പ്രധാനം? ചില ധനവാന്മാർക്ക് ഒന്നല്ല, നാട് മുഴുവൻ വീടുകൾ കാണും. പല നാട്ടിലും അതുകൊണ്ട് ഭാര്യമാരും കാണും. അവസാനം
ഏത് ഭാര്യയോടൊപ്പം ജീവിക്കണമെന്നറിയാതെ കോടതി മുഴുവൻ കയറിയിറങ്ങി ജീവിതം താറുമാറായി പോകാനിടയാകും. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് മനഃശാന്തിയാണ്. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് ആരോഗ്യമാണ്. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നത്. അതുമാത്രമല്ല, മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് രക്ഷയാണ്. അതുകൊണ്ടാണ് അവൻ രക്ഷകനായിട്ട് വരാനിടയായത്. പാപം മനുഷ്യനെ നശിപ്പിക്കുവാൻ ഇടയാകും. പാപത്തിൽ കൂടി കുറച്ചു സമയം അവന് സന്തോഷമായിരിക്കാൻ കഴിയും. എന്നാൽ അല്പസമയത്തേക്കുള്ളതായ ആ പാപത്തിന്റെ സുഖം പിന്നീട് ആ മനുഷ്യനെ ദുഃഖിതനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അനേകം ആളുകൾ ശരീരത്തിന്റെ ഇച്ഛ നിറവേറ്റാൻ വേശ്യയുടെ അടുക്കൽ പോകാറുണ്ട്. ഞാൻ ഒരിക്കലേ പോയിട്ടുള്ളൂ, ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഒരു ദിവസം മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് ഭയങ്കരമായിരിക്കുന്നതായ എയ്ഡ്സ് രോഗം ഉണ്ടായിരിക്കുന്നുവെന്ന്. ആ രോഗം ഗുരുതരമായി ബാധിച്ചിട്ട് ശരീരം മുഴുവനും നശിച്ചു പോകുവാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. ചില ആളുകളാണെങ്കിൽ മദ്യപിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, കുറച്ച് ലഹരി പിടിച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിനു വേണ്ടി ഒരു പെഗ്ഗിലായിരിക്കും ആരംഭിക്കുന്നത്. അവസാനം ആ മദ്യപാനത്തിന് അടിമയായിട്ട് ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് കരളെല്ലാം ദ്രവിച്ചുപോയി, ശ്വാസകോശമൊക്കെ നശിച്ചുപോയി. അവസാനം ഒരു എല്ലിൻ കൂടായിട്ട് മാറിയിട്ട് കുടുംബത്തെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. ഈ ലോകത്തിലുള്ള എന്ത് നോക്കിയാലും അതിൽ കൂടെയുള്ള സന്തോഷം അല്പം മാത്രമാണ്. പുതുതായി നാം വീട് പണിയുമ്പോൾ പുതിയ വീട് പണിതു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഡംബരങ്ങൾ കാണിക്കാനിടയാകും. എന്നാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ ആ പുതിയ ഭവനം എന്തായി മാറും? പഴയ വീടായിട്ട് മാറും. ഒരു 5 വർഷം കഴിയുമ്പോൾ ആ പുതിയ വീടിന് എന്തു പറ്റും? അതൊരു പഴയ ഭവനമായിട്ട് മാറും. അതിന്റെ പെയിന്റുകളൊക്കെ മങ്ങിത്തുടങ്ങും. അപ്പോൾ ഒരുപാട് പൊടി പിടിക്കും, മാറാല പിടിക്കാനിടയാകും, ഒരുപാട് എലികളൊക്കെ വരാനിടയാകും. അവസാനം ആ വീടിന്റെ ബലം ക്ഷയിച്ച് പഴയതായി പോകും. എന്താണ്? ഈ ലോകത്തിൽ നാം സമ്പാദിച്ച പുതിയതെല്ലാം പഴയതായി പോകും. എന്നാൽ ഈ ലോകത്തിൽ നീ സമ്പാദിക്കുന്ന ഏതു നോക്കിയാലും നീ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവസാനം നിനക്ക് അതിനോട് വെറുപ്പുണ്ടാകാനിടയാകും. ഈ ദിവസം നീ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, എന്നാൽ പിന്നീട് നിന്റെ ജീവിതത്തിൽ അത് ദുഃഖത്തിന് കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന് വേണ്ടത് എന്താണെന്ന് ദൈവം മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി. പാപത്തിൽ വീഴുക എന്ന കാര്യം നമുക്കെല്ലാവർക്കും എളുപ്പമുള്ളതാണ്. എന്നാൽ നമുക്കറിയില്ല പാപത്തിൽ നിന്നും എങ്ങനെ വെളിയിലേക്ക് വരണമെന്ന്. നിങ്ങളുടെ വീട്ടിൽ എലികളുണ്ടോ? എലികളെ നിങ്ങൾ പിടിക്കാറുണ്ടോ? നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ എലിപ്പെട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് ആ എലിപ്പെട്ടിക്കുള്ളിൽ ഉണക്കമീൻ വെക്കുമ്പോൾ ആ ഉണക്കമീനിന്റെ മണമടിച്ചിട്ട് എലി അത് തിന്നാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ ടപ്പെന്ന് പറഞ്ഞ് വാതിൽ അടയും. രാത്രി മുഴുവൻ പിന്നെ കിയോം 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 എന്ന് പറഞ്ഞ് അലച്ചിട്ട് ഓടി നടക്കും. രാവിലെ ആവുമ്പോൾ അതിനെ പിടിച്ചിട്ട് എന്തു ചെയ്യും? അതിനെ തല്ലിക്കൊല്ലും. അതുപോലെ ഈ കാലത്തും സാത്താൻ ഇരവയ്ക്കുകയാണ്, കെണിവയ്ക്കുകയാണ്. അങ്ങനെ മനുഷ്യനെ പിടിച്ച് അവന്റെ വലയിലാക്കുകയാണ്. മദ്യം എന്നുള്ളതായ ഇര, വ്യഭിചാരം എന്നുള്ളതായ ഇര, ധനമോഹം എന്നുള്ള ഇര. എന്തോ സമ്പാദിക്കാൻ കഴിയും, എന്തൊക്കെയോ നേടുവാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ തലയിടുവാനും അതിൽ കുടുങ്ങിപ്പോകുവാനിടയാകും. അവസാനം അതിൽ നിന്ന് വെളിയിൽ വരുവാനും കഴിയുകയില്ല. എത്ര ആളുകൾക്ക് കടഭാരമുണ്ട്? കൈ ഉയർത്തു. കടഭാരമുള്ളവർ കൈ ഉയർത്തു. ഞാനത് വീട്ടാം. കടമുള്ളവരുടെ കടം ആരും വീട്ടാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ എന്തു പറ്റുമെന്നറിയാമോ? വീണ്ടും കടം വാങ്ങും. നിനക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണമെന്നറിയാമോ? നീ തന്നെയാണ് വീട്ടേണ്ടത്. നീ തന്നെ ആ കടം വീട്ടേണ്ടതിന് നീ തന്നെ പണം മാറ്റിവെച്ച്, നീ തന്നെ നിന്റെ ചിലവുകൾ കുറച്ചിട്ട്, ഒരു നേരം ആഹാരം കുറച്ചിട്ട്, കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ട്, നിന്റെ അധ്വാന ഫലം കർത്താവിനും കൊടുത്തുകൊണ്ട്, കർത്താവെ എന്റെ കടഭാരം നീക്കുന്നതിന് വേണ്ടി എന്റെ ഈ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ, എന്റെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കടമെല്ലാം തീർക്കാനിടയാകും. ദൈവം നിന്നിൽ കൂടി തന്നെ നിന്റെ കടഭാരമെല്ലാം മാറ്റാനിടയാകും. അല്ലാതെ സ്വർഗത്തിൽ നിന്ന് പണം അയച്ചിട്ട് അവൻ തീർക്കുകയില്ല. ആ വിധവ വന്ന് പറയുന്നു, എന്റെ ഭർത്താവ് കടം വരുത്തിയിട്ട് മരിച്ചുപോയി, കടക്കാർ വന്നിട്ട് എന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു എന്ന് എലീശ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആ കടം ഞാൻ വീട്ടിത്തരാമെന്നാണ് പറഞ്ഞത്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന പാത്രങ്ങൾ പോലും വിറ്റുകളഞ്ഞു. ചെമ്പുപാത്രങ്ങൾ ഒന്നും പോലുമില്ല. പട്ടുസാരി പോലും വിൽക്കുവാനിടയായി. ഈ മദ്യപാനികൾ ചിലർ എത്ര നല്ല വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭാര്യയുടെ കയ്യിലുള്ള പട്ടുസാരി കൊണ്ടുപോലും അത് വിറ്റിട്ട് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് മദ്യം കുടിക്കുന്നവരുണ്ട്.
ഒരു സ്ത്രീ വന്ന് കരയുകയാണ്, ബ്രദർ, ഒരേ ഒരു പട്ടുസാരി എനിക്കുണ്ടായിരുന്നുള്ളൂ, ഈ സാരി നിനക്കെന്തിനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് അതും കൂടെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ചാരായം കുടിക്കുവാൻ ഇടയായി. വസ്ത്രം പോലും വിറ്റിട്ട് മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ്. 10 പൈസ എൻ്റെ കയ്യിൽ തരില്ല. ഞങ്ങൾക്കൊരു കൊച്ചുകുട്ടിയുണ്ട്, ആ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് പണം ഞാൻ സ്വരൂപൂട്ടി വെക്കുകയാണെങ്കിൽ, മാറ്റിവെക്കുകയാണെങ്കിൽ ആ പണം പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മദ്യപിക്കുവാൻ വേണ്ടി എൻ്റെ ഭർത്താവ് കൊണ്ടുപോകും. ഭർത്താവാണോ നിനക്ക് പ്രധാനം, കുഞ്ഞാണോ പ്രധാനമെന്ന് ചോദിച്ചിട്ട് ആ പണവും വാങ്ങി എൻ്റെ അടുക്കൽ നിന്ന് പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ മദ്യത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ എല്ലാ വ്യക്തികളും ഏതെങ്കിലും ഒരു പാപത്തിന് അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ മദ്യപാനി ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ വീട്ടിൽ ഒരു മദ്യപാനി ഉണ്ട് എന്ന് പറയുന്നവർ കൈയുയർത്തുക. നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിൽ ആരോ ഒരാള് അങ്ങനെയുള്ളവർ ഉണ്ടോ? അയാൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ട്? ദൈവം വരുന്നത് പോലെയല്ലേ? എന്താണ്? ഒരു മദ്യപാനി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് വേദനയാണ്, സമാധാനമാണ്. ഇന്നലെ ഒരു പ്രായമുള്ള മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ ഇടയായി. വന്നിട്ട് പറയുകയാണ്, ദേവദാസ, ഞങ്ങളുടെ മകൻ മദ്യപാനിയാണ്, അവൻ കുടിച്ചു വന്നിട്ട് എന്നെ തല്ലുവാനിടയായി, എൻ്റെ കാല് ഒടിഞ്ഞിരിക്കുന്നു. ആരാണ്? മകൻ അപ്പനെ തല്ലി, കാല് തല്ലി ഒടിച്ചിരിക്കുന്നു. ആ അമ്മയാണെങ്കിൽ നിലവിളിച്ചു പറയുകയാണ്, ദേവദാസ, ഞങ്ങളുടെ മകൻ വന്ന് ഞങ്ങളെ എന്നും ഉപദ്രവിക്കുകയാണ്, വീട്ടിലെ വിലപിടിപ്പുള്ളതെല്ലാം വിറ്റുകളഞ്ഞിരിക്കുന്നു, വൃദ്ധരായ ഞങ്ങളെ പോറ്റേണ്ടതിന് പകരമായിട്ട് ഞങ്ങൾക്ക് ദുഃഖമാണ് അവൻ നൽകുന്നത്. അതുപോലെ ഞങ്ങൾക്കൊരു മകളുമുണ്ട്, ആ മകളിന്റെ ഭർത്താവും മദ്യപാനിയാകുന്നു, ആ മരുമകനും ഞങ്ങളുടെ മകളെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ്. മകൾക്ക് ആക്സിഡന്റ് ആയിട്ട് കാലൊടിഞ്ഞു പോയ ഞങ്ങളുടെ മകളെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അവൻ നടക്കുകയാണ്. അവന് മദ്യപിക്കാൻ പണവും എല്ലാം ഉണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ നോക്കാതെ ഇരുന്നപ്പോൾ അവളെ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുന്നു. മാതാപിതാക്കൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നു എന്ന്. മക്കൾ മദ്യപിക്കുന്നവരാണെങ്കിൽ, മകൻ മദ്യപിക്കുന്നവനാണെങ്കിൽ ആ കുടുംബത്തിൽ എത്രമാത്രം വേദനയാണ് ഉണ്ടാകുന്നത്. നോക്കൂ, പിശാച് നമ്മെ ബന്ധിപ്പിക്കുകയാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ പാപത്തിന് അടിമയാണ്. മദ്യപാനി മദ്യപാനത്തിന് അടിമയാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ വ്യഭിചാരത്തിന് അടിമയാണ്. കള്ളം പറയുന്നവൻ കള്ളത്തിന് അടിമയാണ്. നിങ്ങൾ ചീത്ത വിളിക്കാറുണ്ടോ? ചിലരുടെ ഭാഷ പോലും ചീത്തയായി മാറിയിരിക്കുന്നു. ജാഗ്രത, നാം ദൈവമക്കളായ ശേഷം നമ്മുടെ നാക്കിന് നിയന്ത്രണമുണ്ടായിരിക്കണം. നമ്മുടെ നാവിൽ ചീത്ത വരുവാൻ പാടില്ല. ചിലർ പറയും, അതെനിക്ക് ശീലമായിരിക്കുന്നു. ചീത്ത പറച്ചിലിന് അടിമയായി പോയിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത്, നിന്റെ വായ് അത് സംസാരിക്കാനിടയാകും. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് സംസാരിക്കുന്നു. അത് നിന്റെ ഹൃദയത്തിൽ ഉള്ളതാണ് വായിൽ കൂടി വരുന്നത്. നീ ദൈവവചനം വായിക്കുകയാണെങ്കിൽ, ദൈവമക്കളുടെ ഇടയിലാകുന്നു എങ്കിൽ നിന്റെ മനസ്സ് നിറയെ ദൈവത്തിന്റെ വചനമായിരിക്കും. ഇന്നുള്ളതായ എല്ലാ വ്യക്തികളും ഏതോ ഒരു പാപത്തിന് അടിമയായിരിക്കുന്നു, ഏതോ ഒരു ചീത്ത സ്വഭാവത്തിന് അടിമയായിരിക്കുകയാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനാണ് വന്നത്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കടം വാങ്ങിയ ആളുകളെ തടവറയിലാക്കാറുണ്ട്. തടവറയിൽ കിടക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യം കാണില്ല. ആ ജയിലർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് വെളിയിൽ പോകാൻ പറയുമ്പോൾ വെളിയിൽ പോകുവാനിടയാകും. വെളിയിൽ എന്ന് പറയുമ്പോൾ ആ തടവറയ്ക്കുള്ളിൽ തന്നെയാണ്, ആ പരിധിക്കുള്ളിൽ തന്നെ. അവരെന്താണോ തരുന്നത് അത് തന്നെ കഴിക്കണം. എന്തു പണി പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ തന്നെ ശീലിച്ചുകൊണ്ട് അവസാനം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. അവർക്ക് 2 വർഷം ജയിൽ ശിക്ഷയാണെന്ന് പറഞ്ഞുവെന്ന് വിചാരിക്കട്ടെ. ഒരു ദിവസം ഒരു ജയിലർ വന്നിട്ട് പറയുകയാണ്, മകനെ, നിന്റെ ശിക്ഷാകാലം അവസാനിച്ചിരിക്കുന്നു, നാളെ മുതൽ നിനക്ക് ശിക്ഷയില്ല, നിനക്ക് വെളിയിലേക്ക് പോകുവാൻ കഴിയും എന്ന് പറയുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവൻ എന്ത് തോന്നും? എന്ത് സന്തോഷം തോന്നും? എത്രമാത്രം അവന് സന്തോഷം തോന്നും? പാപത്തിന് അടിമയായി പോയിരിക്കുന്ന നമുക്ക് നമ്മുടെ കടഭാരങ്ങളെല്ലാം തീർത്ത് നമ്മുടെ ശിക്ഷാഫലം അവൻ അനുഭവിച്ച് നമുക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ പറയുന്ന സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ പാപം കാരണം നീ നശിച്ചിരിക്കുന്നു, നിന്റെ പാപത്താൽ നീ തകർന്നു പോയിരിക്കുന്നു, നിന്റെ പാപം കാരണം നീ രോഗത്തിന് അടിമയായിരിക്കുന്നു, നിന്റെ പാപത്താൽ നീ ദുഃഖിതനായിരിക്കുകയാണ്.
നിന്റെ പാപത്താൽ നീ വേദന അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയിൽ നീ ആയിരിക്കുന്നു. ഇതാ, ഈ ദിവസം മുതൽ നിനക്ക് വിടുതൽ വരികയാണ്. യേശുവിന്റെ വചനത്തിൽ എത്ര വലിയ ശക്തി ഉണ്ടെന്നറിയാമോ? അവൻ വിടുതൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി. മരിച്ചിട്ട് 4 ദിവസമായി കല്ലറയിലായിരിക്കുന്ന ലാസറേ, പുറത്തു വരൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? വെളിയിലേക്ക് വന്നു. കല്ലറയിൽ കിടന്നവനെ പുറത്തു കൊണ്ടുവന്നതായ, ശ്മശാനത്തിൽ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുന്നതിനായി യേശുക്രിസ്തു ഒരു ഗ്രാമത്തിലേക്ക് പോയപ്പോൾ ഒരു വിധവയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം തന്റെ ഏകമകൻ മരിച്ചുപോയിരിക്കുന്നു. അവന്റെ ശവശരീരം ഒരു മഞ്ചത്തിൽ കിടത്തി കൊണ്ടുവരുന്ന സമയത്താണ് യേശു ആ വഴി വന്നത്. യേശു അവരെ കണ്ടപ്പോൾ, അവരുടെ കണ്ണുനീർ കണ്ടപ്പോൾ, ആ മകൻ മരിച്ച ആ നിമിഷം മുതൽ തന്നെ ആ മാതാവിന്റെ കണ്ണുനീർ തോർന്നിട്ടേയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മരണവീട്ടിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ സംസാരിക്കൂ. ചെന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും? ആ വീട്ടിലുള്ളവരുടെ മാതാവോ പിതാവോ ആരെങ്കിലും മരിച്ചു പോയിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ മരിച്ചെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ചേച്ചി എന്ന് നിങ്ങൾ പറയും. അപ്പോൾ തന്നെ ആ സഹോദരി കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ആ സഹോദരി നിങ്ങളെ കാണുമ്പോൾ വീണ്ടും കരയുകയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് മറ്റൊരാൾ ചെല്ലും. അവർ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കരയല്ലേ ചേച്ചി, കരയല്ലേ ചേച്ചി എന്ന് നിങ്ങൾ പറയുമ്പോൾ വീണ്ടും കരയാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫലമായി വീണ്ടും കരയുകയാണ് അവർ. കരയുന്നവരെ വീണ്ടും കരയിപ്പിക്കുകയല്ലാതെ കരയുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്നാൽ യേശു അവളുടെ ദുഃഖത്തെ കണ്ടുകൊണ്ട് കരയരുത് എന്ന് പറഞ്ഞില്ല. ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ആ മകൻ ജീവനോടെ എഴുന്നേൽക്കാനിടയായി. ഇപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? എന്റെ മോനെ, എന്റെ മോനെ, നീ എന്നെ വിട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവൾ ഇപ്പോൾ നോക്കുക, മകൻ ജീവിച്ചിരിക്കുന്നു കാണുമ്പോൾ. ആരെങ്കിലും പറയണമോ കരയരുതെന്ന്? എത്ര സന്തോഷമുണ്ടാകും അവരുടെ ഹൃദയത്തിലപ്പോൾ, എത്ര ആനന്ദമുണ്ടാകാനിടയാകും. യേശുക്രിസ്തുവിന്റെ വാക്കിൽ എത്ര ശക്തിയുണ്ടെന്നറിയാമോ? നമ്മുടെ ദുഃഖത്തെ, നമ്മുടെ കണ്ണുനീരിനെ സന്തോഷമായിട്ടവന് മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ്. നിന്റെ ദുഃഖകാലം തീർന്നു പോയിരിക്കുന്നു. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. നിന്നെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് കർത്താവ് നിന്നോട് പറയുകയാണ്. വചനത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ വചനത്തെ അയച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കി എന്ന്. ഞാൻ എവിടെ നിന്നാണ് ദൂരത്തു നിന്നും നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്? നാം എല്ലാവരും ചേർന്നിട്ട് കർത്താവ് നൽകുന്നതായ വിടുതലിനെ അനുഭവിക്കാനാണ്. അവൻ നൽകുന്ന അനുഗ്രഹത്തെ നമുക്ക് പ്രാപിക്കാനാണ്. അവന്റെ വചനം പ്രസ്താവിക്കുന്നതായ സ്ഥലത്ത് വെളിച്ചമുണ്ടാകുവാനിടയാകും. അവന്റെ വചനം നാം കേൾക്കുന്ന സമയത്തു തന്നെ നമുക്ക് വിടുതൽ സംഭവിക്കും. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നടക്കാനിടയാകും. എഴുന്നേറ്റ് നിൽക്കുക. നമുക്കെല്ലാവർക്കും ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി, വിടുതൽ നൽകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. നീ മദ്യപാനിയാണെങ്കിൽ ഇതാണ് നിന്റെ അവസാനത്തെ മദ്യപാനത്തിന്റെ ദിവസം. നീ വ്യഭിചാരിയാണെങ്കിൽ ഇന്നു തന്നെ അത് അവസാനിപ്പിക്കണം. നിന്റെ ശരീരം ശുദ്ധീകരിക്കണം. നീ കടഭാരത്തിലാണെങ്കിൽ ഇതാണ് അവസാനം. നിന്റെ കടഭാരം മാറും. നിന്നെ കടം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് ദൈവം മാറ്റുവാൻ പോവുകയാണ്. നിന്റെ ബന്ധനം എന്താണ്? പാപത്തിന്റെ ബന്ധനം നിന്നിൽ ഏതാണ്? നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതായ ദുശ്ശീലം ഏതാണ്? നീ ഇടറിപ്പോകുന്നതക്കവണ്ണമുള്ള പ്രതികൂലം എന്താണ്? ഈ ദിവസം നിനക്ക് വിടുതലാകുന്നു. ഈ വിടുതൽ പ്രസംഗിക്കുവാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. നീ കണ്ണുനീരൊഴുക്കുകയാണോ? ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് വന്നിരിക്കുന്നു. മനസ്സിൽ നീ വിങ്ങി വിങ്ങി നീറുന്ന സ്ഥിതിയിലാണോ? ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ദുഃഖത്തിലാണോ നീയുള്ളത്? വായി തുറന്ന് നീ കർത്താവിനോട് പറയൂ. നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നോടുകൂടെ ഈ പ്രാർത്ഥനയിൽ ഏകീഭവിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, മറ്റൊരു നല്ല ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി കരറ്റുന്നു. ബന്ധിക്കപ്പെട്ട ആളുകൾക്ക് വിടുതൽ, തടവറയിൽ കിടക്കുന്ന ആളുകൾക്ക് വിടുതൽ, തകർന്നു കിടക്കുന്നവർക്ക് വിടുതൽ, നിരാശയിൽ കിടക്കുന്നവർക്ക് വിടുതൽ എന്നു നീ പ്രസ്താവിക്കുവാൻ പറഞ്ഞ വചനം പ്രസ്താവിക്കുന്നു. ഈ ദിവസം പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ ഇറക്കണമേ. രോഗത്താൽ വന്ന ആളുകൾക്ക് സൗഖ്യം കൊടുക്കണമേ. മദ്യപാനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുമാറാകണമേ. കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ പിതാവേ. പിശാചിന് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഇടവും കിട്ടാതെ വണ്ണം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പിശാചിന്റെ ബന്ധനമെല്ലാം അഴിഞ്ഞു മാറട്ടെ കർത്താവേ.
നിന്റെ സാക്ഷികളായി ജീവിക്കണമെന്ന് പറഞ്ഞ ആ തീരുമാനമായി ഇവിടെ നിന്ന് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.